ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ പുൽക്കൂടും സാന്താക്ലോസും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും, നക്ഷത്രവും ഉണ്ണിയേശുവും ഒക്കെ. പക്ഷേ ക്രിസ്തുവിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മറ്റു പലതിനും ഒരു പ്രാധാന്യം കൊടുക്കുന്നത് പോലെ നമ്മുടെ ക്രിസ്തുമസ് മാറുന്നുണ്ടോ എന്നൊരു സംശയം കൂടി ഇല്ലേ? ഇവിടെ ആസാമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുന്നത് 9 ദിവസത്തെ നൊവേനയോട് കൂടിയാണ് തുടങ്ങുന്നത്. 9 ദിവസത്തെ നൊവേന എന്ന് പറഞ്ഞാൽ നമ്മുടെ വചനത്തെ ആസ്പദമാക്കിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ, കത്തോലിക്ക സമൂഹത്തിന്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആഘോഷിക്കുന്നത്. അതിലുപരിയായിട്ട് വില്ലേജുകളിൽ, ഞങ്ങൾക്ക് ഇവിടെ ഇടവകയില് 7 വില്ലേജുകളുണ്ട്. 7 വില്ലേജുകളിലും കുംഭസാരത്തിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ ബലിയിലൂടെ അവരെ മാനസികമായും ശാരീരികമായും ആത്മീയമായും ഒരുക്കിക്കൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. മറിച്ച് കേരളത്തെക്കാൾ ഉപരിയായിട്ട് ഇവിടെ ക്രിബുകളൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ വില്ലേജുകളിൽ മെയിനായിട്ടും പള്ളികളിൽ ക്രിബുകൾ ഉണ്ടാക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പ്രായം ചെന്നവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രത്യേകമായിട്ട് കുമ്പസാരിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ഒരു ഗ്യാതറിങ്ങും ബാക്കിയത്തെ ക്രിസ്മസ് സെലിബ്രേഷനും ഇവിടെ ഒരുക്കാറുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ അതർ ഡിനോമിനേഷൻസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ക്രിസ്മസ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ്. പിന്നെ ക്രിസ്മസ് രാവിലെ ആ ഒരു വിജിൽ മാസ് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്താണ് വിശ്വാസികൾ ഇവിടെ വരികയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടും അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള ട്രൈബൽ ഡാൻസുകളും അതോടൊപ്പം തന്നെ വിശുദ്ധ ബലിയിലെ ഒരു സോളം സെലിബ്രേഷൻ ആയിട്ടാണ് ചെയ്യാറ്. അപ്പോ ആ ഒരു ആത്മീയമായ ഒരുക്കം അവർ നടത്താറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് അവരുടെ വിളവെടുപ്പ് നടത്താറ്. നെല്ലിന്റെ ആ ഒരു വിളവെടുപ്പ് നടത്താറ്. അതിൽ നിന്ന് കിട്ടുന്ന ഫലം അതിൽ നിന്നും ഉണ്ടാക്കുന്ന സ്നാക്സ് ആണ് ഇവര് ക്രിസ്മസിന് സ്പെഷ്യൽ ആയിട്ട് പിത്താക്കുരി എന്ന് പറയും ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഇതിലാണ് അവര് കൊണ്ടുവന്ന് അത് എല്ലാവരും കൂടി കൊണ്ടുവന്ന് ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന് അത് ഒരുമിച്ച് നമ്മള് ഇവിടെ തയ്യാറാക്കിക്കൊണ്ട് എല്ലാവർക്കും അത് വിതരണം ചെയ്യുന്ന ആ ഒരു അനുഭവവും ഇവിടെയുണ്ട്. പങ്കിടലിന്റെ ഒരു അനുഭവം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്മസ് രാവിന്റെ കുർബാന കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരുടെ ട്രൈബൽ ആയിട്ടുള്ള കൾച്ചറൽ ഡാൻസും ഇവിടെ ചെയ്യാറുണ്ട് ആസാമില്. അപ്പോ അങ്ങനെയാണ് ക്രിസ്മസ് ഇവിടെ ആഘോഷിക്കുന്നത്. ആദിവാസി സമൂഹമാണ് ഇവിടെ മെയിൻ ആയിട്ടും കാത്തലിക്സ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു ലളിതമായ രീതിയിലാണ് കേരളത്തെക്കാളും ഉപരിയായിട്ട് ഇവിടെ ക്രിസ്മസ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറ്. ശരിക്കും നമുക്കറിയാം, നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലായാലും ആദ്യം തന്നെ ഡിസംബർ 1 തന്നെ എല്ലാവരും നക്ഷത്രങ്ങൾ ഇടുന്നു, നോമ്പും പള്ളിയിൽ പോക്കൊക്കെ ആയിട്ട് കുടുംബങ്ങളൊക്കെ ഒത്തുചേരുന്നു. ഇപ്പം 24-ാം തീയതി 23-ാം തീയതി ഒക്കെ ആ ഒരു വീക്കാകുമ്പോഴത്തേക്കും എല്ലാവരും കരോളൊക്കെ ആയിട്ട് വീടുകളിലൂടെ എത്തുന്നു. അത്രയൊക്കെ ഒരു ഇത് നമുക്ക് നോർത്ത് ഈസ്റ്റ് മേഖലയിലേക്ക് കിട്ടാറുണ്ടോ? സ്റ്റാർ അങ്ങനെ തൂക്കാറില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇവര് കരോൾ നടത്താറ്. ക്രിസ്മസിന് മുമ്പ് കരോൾ നടത്താറില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇവര് മെയിനായിട്ടും കരോൾ നടത്താറ്. ഉണ്ണിയേശുവിനെ കൊണ്ടുപോയി എല്ലാ വീടുകളിലും സന്ദർശിച്ച് അവര് ക്രിസ്മസിന്റെ ആ ഒരു അനുഭവം പങ്കുവയ്ക്കാറ് മെയിനായിട്ട്. ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് സിസ്റ്റർ. നമുക്കറിയാം പലപ്പോഴും ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഉണ്ണിയേശു ജനിച്ചു, ദേവപുത്രൻ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്ന ഒരു എന്താ പറയാ, നമുക്കൊരു ഭയങ്കരമായിട്ടൊരു നല്ലൊരു നിമിഷമാണ്. പക്ഷെ പലപ്പോഴും ഇത് ഭൗതിക ആഘോഷങ്ങൾ മാത്രമായി ചുരുങ്ങുന്നുണ്ടോ? ഒരു പരിധി വരെ അത് ശരിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഇന്നത്തെ ആ ഒരു യുഗത്തില് ശരിക്കും പറഞ്ഞ സാന്താക്ലോസ് അല്ലെങ്കിൽ ക്രിബുകള്, സമ്മാനങ്ങള്, അലങ്കാരങ്ങള്, ഷോപ്പിങ്ങുകൾ അങ്ങനെയൊക്കെയാണ് സാധാരണ ഇന്നത്തെ യുഗത്തിൽ കടന്നു പോകുന്നത്. ഒരു ആത്മീയമായ ഒരുക്കം ഇന്നത്തെ യുഗത്തില് കുറവായിട്ട് വരുന്ന ഒരു സന്ദർഭത്തിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാല് ഹൃദയം കൊണ്ട് തൊട്ടറിയേണ്ട ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ടുള്ള അത്ഭുതകരമായ ഒരു സ്നേഹത്തിന്റെ ദിവസമാണ് നമുക്ക് എല്ലാവർക്കും ക്രിസ്മസ്. അപ്പൊ ആ ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ബാഹ്യമായ ആഘോഷങ്ങളെക്കാൾ ഉപരിയായിട്ട് യേശുവിന്റെ ലാളിത്യവും സ്നേഹവും പങ്കിടലും എല്ലാം നമുക്ക് ആ ഒരു ക്രിസ്മസിന്റെ ഒരു സന്ദേശമായിട്ട് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളിൽ മാത്രമല്ല അതിലുപരിയായിട്ട് മറ്റുള്ള
നാനാ ജാതി മതസ്ഥർക്കും അത് നൽകുവാനായിട്ട് സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ വളരെ നല്ലൊരു അനുഭവമായിട്ട് ക്രിസ്മസ് മാറാനായിട്ട് സാധിക്കും.